ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസിൽ നിർണായകമായ നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം പോയിന്റ് 13-ൽ GPR ഉപയോഗിച്ച് പ്രാഥമിക പരിശോധന നടത്തി. പ്രദേശത്ത് നിരവധി മൃതദേഹങ്ങൾ മറവു ചെയ്തുവെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരുന്ന കാര്യം ഓർമ്മിക്കുക. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. GPR ഉപയോഗിച്ചുകൊണ്ട് പോയിന്റ് 13-ൽ നടത്തിയ പ്രാഥമിക പരിശോധന എന്തുകൊണ്ടാണ് അങ്ങനെ GPR ഉപയോഗിച്ചുകൊണ്ട് ഈ പോയിന്റ് 13-ൽ പ്രത്യേകമായിട്ടുള്ളൊരു പരിശോധന നടത്തിയത്? എന്താണ് അതിലൂടെ ലക്ഷ്യമാക്കുന്നത് ജോസഫ് അഗസ്റ്റിൻ? ബനേഷ്, അല്പസമയം മുമ്പ് ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അവസാനിപ്പിച്ചു. എന്തായാലും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാഥമികമായിട്ട് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടുള്ളത്. സ്നാനഘട്ടയ്ക്ക് സമീപം ഈ കല്ലൂരാവി റോഡിന് തൊട്ടടുത്തായിട്ടാണ് ഈ 13ാമത്തെ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ ഇവിടെ ഒരു വേസ്റ്റ് കുഴി ഉണ്ടായിരുന്നു. ആ വേസ്റ്റ് കുഴിയിലേക്ക് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഇട്ടിട്ടുണ്ടെന്നും അതിനുശേഷം മണ്ണിട്ട് മൂടി എന്നുമാണ് ശുചീകരണ തൊഴിലാളി പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു വലിയ ചെക്ക് ഡാം ഉണ്ട്. മാത്രമല്ല റോഡ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ രീതിയിൽ മണ്ണ് നിക്ഷേപിക്കുകയും ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മൃതദേഹ ഭാഗങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഈ ഭാഗത്ത് പരിശോധന നടത്തിയാൽ മതിയെന്ന് SIT സംഘം തീരുമാനിക്കുകയായിരുന്നു. ഇങ്ങനെ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തിയത്. ഇന്ന് എന്തായാലും മണ്ണ് നീക്കിയുള്ള പരിശോധന ഉണ്ടാകില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ബെൽത്തങ്ങാടിയിലേക്ക് തന്നെ തിരിച്ചു മടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ എന്തൊക്കെയാണ് കണ്ടെത്തിയതെന്ന് ഒരു വിശദീകരണം SIT സംഘം ഇതുവരെയും നൽകിയിട്ടില്ല. ഒരുപക്ഷെ നാളെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടാകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞ എല്ലാ പോയിന്റുകളിലും പരിശോധന നടത്തണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് ഈ പരാതിക്കാരനും സാക്ഷികളും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് കാലപ്പഴക്കത്താൽ ഈ സ്ഥലങ്ങൾ മാറിപ്പോയതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ വശങ്ങളിലും സമീപ പ്രദേശങ്ങളിലേക്കും ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തണമെന്ന ആവശ്യം കൂടിയാണ് ഉയരുന്നത്. ഇന്ന് എന്തായാലും സുപ്രധാനമായ നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ തെളിവുകൾ പലപ്പോഴും നശിക്കപ്പെടുകയും വീണ്ടെടുക്കുകയും ചെയ്യാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ അത് കൂടുതൽ പ്രയോജനകരമാകുമെന്നൊരു പ്രതീക്ഷ കൂടി അന്വേഷണ സംഘം പങ്കുവെക്കുന്നുണ്ട്. ബനേഷ്, നാളെ എന്തൊക്കെയായിരിക്കും നടപടിക്രമങ്ങൾ? നാളത്തെ കാര്യങ്ങൾ സംബന്ധിച്ച് ഇനി ഇതുവരെയും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ 13ാമത്തെ പോയിന്റിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ടെക്നിക്കൽ വിഭാഗത്തോട് ഉറപ്പുവരുത്തും. അതിനുശേഷം പ്രാഥമിക യോഗം ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും നാളത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ 16 പോയിന്റുകളിലാണ് പരിശോധന നടത്തിയത്. ഇതിൽ 13ാമത്തെ പോയിന്റ് ഒഴിവാക്കുകയായിരുന്നു. ഈ 13ാമത്തെ പോയിന്റിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഭാഗത്ത് വലിയ രീതിയിലുള്ള ട്രാൻസ്ഫോമർ ഉണ്ട്. മാത്രമല്ല കുടിവെള്ള പൈപ്പുകളും കടന്നു പോകുന്ന ഭാഗമാണിത്. അതുകൊണ്ട് മണ്ണ് നീക്കി JCB ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റു രീതിയിൽ മണ്ണ് നീക്കം ചെയ്യുന്നത് ഈ ഡാമിന് മോശകരമായി ബാധിക്കും. മാത്രവുമല്ല ഇത്തരത്തിൽ വൈദ്യുത കണക്ഷനും പൈപ്പ് ലൈൻ കണക്ഷനും എല്ലാം താറുമാറാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട പാത കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് ടെക്നിക്കൽ വിഭാഗത്തോട് ചോദിച്ചറിഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുടെ ഒരു വ്യക്തത അത് നാളെ രാവിലെ 10 മണിക്ക് ശേഷം ചേരുന്ന ഒരു യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ചൊരു വ്യക്തത കൈവരികയുള്ളൂ. SIT സംഘം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ റാൻഡമായി വരികയും ഈ സ്ഥലത്തേക്ക് വരികയും ഒരു പ്രദേശത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 13 പോയിന്റുകൾ അടയാളപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ പോയിന്റുകൾ അടയാളപ്പെടുത്താതെ നേരെ പോകുന്നു, അത്തരത്തിൽ മണ്ണ് നീക്കി പരിശോധന നടത്തുന്നു. എവിടേക്കാണ് ഈ പോയിന്റുകൾ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതെന്ന കാര്യം വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ SITയുടെ നീക്കം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് ഒരു ദിവസത്തിന്റെ പകുതിയോടെ, അതായത് 12 മണി 1 മണി ആകുമ്പോൾ മാത്രമേ ഈ SITയുടെ നീക്കം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഈ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് GPR സംവിധാനത്തിലൂടെ മനസ്സിലായാൽ നാളെ 13ാമത്തെ പോയിന്റ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ തെളിയുന്നത്. ബനേഷ്, ജോസഫ് അഗസ്റ്റിനാണ് ധർമ്മസ്ഥലയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.